നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റാ പവർ. ടാറ്റാ പവർ കഴിഞ്ഞ ദിവസം 0.89% ഉയർന്ന് 340 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 5%-നടുത്ത് റിട്ടേൺ ആണ് നൽകിയത്. റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്നും തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നതും ബിക്കാനീർ നീംറാണ ട്രാൻസ്മിഷൻ ലൈൻ പോലുള്ള പല ട്രാൻസ്മിഷൻ പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ സാധിച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ടാറ്റാ പവർ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. 2023 ഒക്ടോബർ മാസത്തിന് ശേഷം ടാറ്റാ പവർ 46% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. കൂടാതെ കമ്പനി 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുകയും ചെയ്തു. റീസെൻ്റ്ലി റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ടാറ്റാ പവർ എന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് 80%-ന് മുകളിലുള്ള റിട്ടേൺ ആണ് നൽകിയത്. 2024-ലും ടാറ്റാ പവർ എന്ന സ്റ്റോക്ക് അതിൻ്റെ പെർഫോമൻസ് തുടരും എന്നാണ് പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത്. അതിന് പിന്നിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, റിന്യൂവബിൾ എനർജി സെക്ടറിലെ ലീഡർഷിപ്പ് പൊസിഷൻ. ടാറ്റാ പവർ എന്ന കമ്പനിക്ക് 5.5 ജിഗാവാട്ട് ശേഷിയുള്ള ക്ലീൻ എനർജി പോർട്ട്ഫോളിയോയാണുള്ളത്. 2030 20 ജിഗാവാട്ടായി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 3.7 ജിഗാവാട്ട് ശേഷിയുള്ള പ്രൊജക്റ്റുകൾ ആൾറെഡി അണ്ടർ കൺസ്ട്രക്ഷൻ ഫേസിലാണ്. 2027 സ്ട്രോങ് ഡീൽ ഫ്ലോയുടെയും കപ്പാസിറ്റി അഡീഷൻസിൻ്റെയും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അസറ്റിൽ നിന്നും ഉയർന്ന പ്രോഫിറ്റബിലിറ്റി ലഭിക്കുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ കമ്പനിയുടെ റവന്യൂവും എബിറ്റയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന പവർ തീമിൽ ബിലോങ്സ് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് പവർ തീമിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ പവർ തീമിൽ വന്നിരിക്കുന്ന എക്സ്പാൻഷൻ്റെ ബെനിഫിറ്റും ടാറ്റാ പവറിന് ലഭിച്ചേക്കും. ഓരോ വർഷം കഴിയും തോറും ഇന്ത്യയുടെ പവർ നീഡ്സ് ഉയരുകയാണ്. ഇതിനെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ പുതിയ റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകളും മറ്റും ആരംഭിക്കുകയും ചെയ്യുന്നു. റിന്യൂവബിൾ എനർജി സെക്ടറിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ്. 2027 റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകളിൽ 4 ഇരട്ടി ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് പല അനലിസ്റ്റുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ സെക്ടർ തന്നെ എത്രത്തോളം വളരുകയാണെങ്കിൽ ഈ സെക്ടറിലെ ഒരു വെൽ പൊസിഷൻഡ് കമ്പനി എന്ന നിലയിൽ ടാറ്റാ പവർ എന്ന കമ്പനിയിലും എക്സ്പാൻഷൻ പ്രതീക്ഷിച്ചേക്കാം. മൂന്നാമത്തേത് പവർ സെക്ടറിൻ്റെ പോസിറ്റീവ് ഔട്ട്ലുക്ക്. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പോലുള്ള പല കമ്മീഷനുകളും പവർ താരിഫുകളിൽ റെഗുലേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ടാറ്റാ പവർ പോലുള്ള ഹൈ ക്യാപെക്സ് ബിസിനസ്സുകൾക്ക് ഏണിംഗ് വിസിബിലിറ്റി ഉറപ്പ് നൽകുന്ന ഒരു ഫാക്ടറാണ്. ഇതും ടാറ്റാ പവറിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. നാലാമത്തെ ഫാക്ടർ കമ്പനിയുടെ സ്ട്രോങ് ഫണ്ടമെൻ്റൽസ്. പവർ സെക്ടറിൽ വളരെ സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു കമ്പനിയാണ് ടാറ്റാ പവർ. അതുകൊണ്ട് കമ്പനിക്ക് റിന്യൂവബിൾ എനർജി സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പല ഓർഡറുകളും ലഭിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പല കീ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലും ടാറ്റാ പവർ എന്ന കമ്പനി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതുമൂലം കമ്പനിയുടെ സോളാർ ആൻഡ് വിൻഡ് പവർ ജനറേഷൻ കപ്പാസിറ്റി ഉയരുന്നു. ഇവിടെ ഇന്ത്യയുടെ ക്ലീൻ എനർജി സെക്ടറിലേക്കുള്ള ട്രാൻസിഷൻ ഫേസിൽ ഒരു വെൽ പൊസിഷൻഡ് പ്ലെയർ ആയതുകൊണ്ട് ടാറ്റാ പവർ എന്ന കമ്പനിക്ക് ഇതിൻ്റെയും ബെനിഫിറ്റ് ലഭിക്കും. കോൾ പ്രൈസ് ഉയരുന്നെങ്കിലും കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ റിസൈലൻസും സ്റ്റഡി പ്രോഫിറ്റബിലിറ്റിയും റവന്യൂ ഗ്രോത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നു. വരും സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിലും മികച്ച ഒപ്റ്റിമിസമാണുള്ളത്. വരും സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റും കറണ്ട് ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എനർജി സെക്ടറിലെ ഒരു ലീഡിംഗ് സ്റ്റോക്ക് ആയതുകൊണ്ട് ടാറ്റാ പവർ എന്ന സ്റ്റോക്ക് പെർഫോം ചെയ്യും എന്നാണ് ചോയ്സ് ബ്രോക്കേജ് ഏജൻസി പറയുന്നത്. ചോയ്സ് ബ്രോക്കേജ് ഏജൻസി ടാറ്റാ പവറിന് ബൈ എന്ന റേറ്റിംഗും 360, 375 തുടങ്ങിയ 2 ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 325-ൻ്റെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 4 ആഴ്ചയിലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ 325 എന്ന സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് വീക്ക്ലി ബേസിസിൽ 340-നടുത്ത് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും 360, 375 തുടങ്ങിയ ലെവലുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. 325 സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ്. 300 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. രണ്ടാമത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 3.3% ഉയർന്ന് 3000 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 3079 എന്ന 52 വീക്ക് ഹൈയും 1180 എന്ന 52 വീക്ക് ലോയുമാണ്. റീസെൻ്റ്ലി കമ്പനി 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് മറികടക്കുകയും 33.23 എന്ന PE വാല്യൂഷനിലടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് മറികടന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ UBS എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 3600 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 23% ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് UBL എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയത്.
ഈ ഉയർന്ന ടാർഗറ്റ് നൽകിയതിൻ്റെ പിന്നിലെ റാഷണലൈസേഷൻ മനസ്സിലാക്കാം. ഏകദേശം $10 ബില്യൺ ഓർഡർ ബുക്കാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റേത്. വരുന്ന 2028 ഫിനാൻഷ്യൽ ഇയറോടുകൂടി $60 ബില്യൺ മുകളിലുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചേക്കും. ആൾറെഡി $16 ബില്യൺ ഓർഡറുകൾ അപ്രൂവ് ആയിട്ടുണ്ട്. വരുന്ന 5 മുതൽ 7 വർഷം കൊണ്ട് $40 ബില്യൺ മുകളിലുള്ള പല ഓർഡറുകളും കമ്പനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 80,000 കോടി രൂപയുടെ ഓർഡർ ബുക്കായിരുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റേത്. അത് 2026 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ 3 മടങ്ങ് വർദ്ധിച്ച് 2.4 ലക്ഷം കോടിയായി മാറും. ഇവിടെ കമ്പനിക്ക് തുടർച്ചയായി ഓർഡറുകൾ ലഭിക്കുന്നതുകൊണ്ടും ഈ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ടുമാണ് UBS ബ്രോക്കേജ് ഏജൻസി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. മിലിറ്ററി എയർക്രാഫ്റ്റുകളുടെ നീഡ് വരുന്ന ഡെക്കേഡിൽ ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന കമ്പനി തേജസ് MK-1A എന്ന മിലിറ്ററി എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇന്ത്യ കൂടാതെ ഇക്വഡോർ പോലുള്ള പല രാജ്യങ്ങളും ഈ മിലിറ്ററി എയർക്രാഫ്റ്റ് വാങ്ങാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. റീസെൻ്റ്ലി ഇസ്രായേലുമായി ചേർന്ന് ഒരു മിലിറ്ററി ഡ്രോൺ മാനുഫാക്ചർ ചെയ്യാനുള്ള ചില പ്രോജക്റ്റുകളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ കമ്പനിക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുകയും അതിനനുസരിച്ച് സ്റ്റോക്ക് പെർഫോം ചെയ്യാനും സാധ്യതയുണ്ട്. UBSൻ്റെ കണക്കനുസരിച്ച് 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ 16 മുതൽ 18% CAGR കൂടിയുള്ള റവന്യൂ ഗ്രോത്തും 20%-നടുത്ത് ROEയുമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ സ്റ്റേബിൾ ഗ്രോസ് മാർജിനും ലോവർ സ്റ്റാഫ് കോസ്റ്റിൻ്റെയും പശ്ചാത്തലത്തിൽ EBITDA മാർജിൻ ഉയരാനും സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 3,600 രൂപയുടെ ടാർഗറ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയിരിക്കുന്നത്. ഇവിടെ 2,750 സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്